ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡ്രഗ്സ് ആണ്. നമുക്കറിയാം ഡ്രഗ്സിന് വിവിധ തരത്തിൽ രൂപങ്ങളുണ്ട്. അതായത് ടാബ്ലറ്റ്സ്, ക്യാപ്ലെറ്റ്സ്, ക്യാപ്സ്യൂൾസ്, എലിക്സിസ്, ലോസഞ്ചസ്, പൗഡേഴ്സ്, ലോഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ്. സോ നമുക്ക് കാണാം. ഫസ്റ്റ് വൺ ഈസ് ടാബ്ലറ്റ്സ്. ഡ്രഗ് ഫോം വിച്ച് കണ്ടെയ്ൻസ് ഡ്രൈഡ് പൗഡേർഡ് ആക്റ്റീവ് ഡ്രഗ് ഡ്രൈഡ് ആയിട്ടുള്ള പൗഡേർഡ് ഫോമിലുള്ള ഒരു രൂപത്തിനെയാണ് നമ്മൾ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ബൈൻഡേഴ്സ് ആൻഡ് ഫില്ലേഴ്സ് ടു പ്രൊവൈഡ് ബൾക്ക് ആൻഡ് പ്രോപ്പർ യൂസ്. നമുക്ക് ഇതിൽ ബൈൻഡേഴ്സ് ഉണ്ട്, ഫില്ലേഴ്സ് ഉണ്ട്, മാത്രമല്ല മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാബ്ലറ്റ്സ് ഉണ്ട്. അതായത് സ്കോർഡ് ടാബ്ലറ്റ്സ്, എ ലൈൻ റണ്ണിങ് അക്രോസ് ദ ടോപ്പ് ഫോർ ഈസി ബ്രേക്കേജ്. ടാബ്ലറ്റ്സ് തന്നെ ഡിഫറെൻറ്റ് തരത്തിലുണ്ട്. സ്കോർഡ് ടാബ്ലറ്റ് എന്ന് വെച്ചാൽ ടാബ്ലറ്റിൽ ഒരു ലൈന് കാണും. അതായത് നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ടാബ്ലറ്റ്സിനെയാണ് സ്കോർഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻഡറിക് ടാബ്ലറ്റ്സ് ഉണ്ട്, സ്ലോ റിലീസ് ടാബ്ലറ്റ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് ഡ്രഗ് ഫോമാണ് ടാബ്ലറ്റ്സ്. സെക്കൻഡ് വൺ ഈസ് ക്യാപ്ലെറ്റ്സ്. Caplets are coated tablets in the shape of a capsule and easy to swallow. So in this picture you can see the caplets. So caplets will be there, then tablets will be there. Then third one is capsules. So capsules are solid form for oral use. സോളിഡ് ഫോമാണ്, നമ്മൾ ഓറൽ യൂസിന് ഉപയോഗിക്കുന്നതാണ് ക്യാപ്സ്യൂൾ. മെഡിക്കേഷൻസിൻ പൗഡറാണ്. പൗഡർ ലിക്വിഡ് അല്ലെങ്കിൽ ഓയിൽ ഫോമിലായിരിക്കും. മാത്രമല്ല അവിടെ ഒരു ജെലാറ്റിൻ ഷെല്ലും കൂടി കാണും. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത്. സോ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ക്യാപ്ലെറ്റ്സ് ആൻഡ് ക്യാപ്സ്യൂൾസ് യൂഷ്വലി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്യാപ്ലെറ്റ്സ് ആൻഡ് ക്യാപ്സ്യൂൾസിൻ്റെ ഡിഫറൻസ്. നെക്സ്റ്റ് വൺ ഈസ് എലിക്സിർ. So elixir is nothing but a clear fluid containing water or alcohol designed for oral use. നമ്മൾ ഓറൽ യൂസിന് ഉപയോഗിക്കുന്ന ഒരു ക്ലിയർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനെയാണ് എലിക്സർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലോസഞ്ചസ്. ലോസഞ്ചസ് ആർ ഫോംഡ് വിത്ത് എ ഹാർഡ് ആൻഡ് ബേസ് ഓഫ് ഷുഗർ, വാട്ടർ ആൻഡ് ഫ്ലേവറിങ്സ് ആണ്. നെവർ സോളോ ആൻഡ് ഡിസോൾവ്സ് സ്ലോലി ഇൻ മൗത്ത്. ലോസഞ്ചസ് നമ്മൾ ഒരിക്കലും സോളോ ചെയ്യത്തില്ല. അത് നമ്മുടെ ഡിസോൾവ് ആണ്. യൂഷ്വലി അലിയിച്ച് കഴിക്കുന്ന മരുന്നുകളാണ് ലോസഞ്ചസ്. സോ നമുക്ക് കാണാൻ കഴിയും സ്ട്രെപ്സിൽസ് ഒരു ഡ്രൈ കഫ് ലോസഞ്ചസ് ആണ് സ്ട്രെപ്സിറപ്സ്. നെക്സ്റ്റ് വൺ ഈസ് പൗഡേഴ്സ്. ഫൈൻലി ഗ്രൗണ്ട് ഫോം ഓഫ് ആൻ ആക്റ്റീവ് ഡ്രഗ് ആണ് പൗഡർ. ഇറ്റ് ക്യാൻ ബി കണ്ടെയ്ൻഡ് ഇൻ ക്യാപ്സ്യൂൾ ഓർ വയൽസ്. ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ വയൽസിൽ കിട്ടുന്ന ഫൈനായിട്ട് പൊടിച്ച ആക്റ്റീവായിട്ടുള്ളൊരു ഡ്രഗാണ് പൗഡേഴ്സ്. Next one is creams, a semi-solid emulsion in oil and water. ഓയിൽ അല്ലെങ്കിൽ വാട്ടർ ഫോമിലുള്ള സെമി സോളിഡ് ആയിട്ടുള്ള എമൾഷൻസിനെയാണ് ക്രീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രീംസിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് വാട്ടറാണ്. എമൾസിഫയിങ് ഏജൻറ്റ് ആഡഡ് ടു കീപ്പ് മിക്സ്ഡ്. എമൾസിഫയിങ് ഏജൻറ്റും അതിൽ കാണും. നെക്സ്റ്റ് വൺ ഈസ് ഓയിൽമെൻറ്റ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം സെമി സോളിഡ് എമൾഷൻ ഓഫ് ഓയിൽ ആൻഡ് വാട്ടറാണ് ഓയിൽമെൻറ്റ്സ് എന്ന് പറയുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഓയിലാണ്. നോർമലി അപ്ലൈ ടു സ്കിൻ വിത്തൗട്ട് പ്രിസൈസ് മെഷർമെൻറ്റ്. പ്രത്യേക മെഷർമെൻ്റ് ഒന്നും കാണത്തില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഓയിൽമെൻറ്റ്സ്. നെക്സ്റ്റ് വൺ ഈസ് ലോഷൻസ്. സസ്പെൻഷൻ ഓഫ് ആൻ ആക്റ്റീവ് ഡ്രഗ് ഇൻ എ വാട്ടർ ബേസ് അപ്ലൈഡ് എക്സ്റ്റേണലി ടു പ്രൊട്ടക്ട് ദ സ്കിൻ. സ്കിന്നിൽ എക്സ്റ്റേണലി നമ്മൾ പുരട്ടുന്ന വാട്ടർ ബേസ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ലോഷൻ. അതൊരു ആക്റ്റീവ് ഡ്രഗാണ്. നെക്സ്റ്റ് വൺ ഈസ് സൊല്യൂഷൻസ്. ദാറ്റ് ഈസ് ലിക്വിഡ് പ്രിപ്പറേഷൻസ് ആണ്. ദാറ്റ് മേ ബി യൂസ്ഡ് ഓറലി ഉപയോഗിക്കാം, പാരൻട്രലി അല്ലെങ്കിൽ എക്സ്റ്റേണലി ഉപയോഗിക്കുന്നതാണ് സൊല്യൂഷൻസ്. ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ വിത്ത് 1 or more ഡിസോൾവ്ഡ് കോമ്പൗണ്ട്സ്. വാട്ടറും 1 or more ഡിസോൾവ്ഡ് കോമ്പൗണ്ട്സും ഇതിൽ കാണും. ഫോർ പാരൻട്രൽ യൂസ് ഇറ്റ് ഷുഡ് ബി സ്റ്റെറൈൽ. പാരൻട്രൽ യൂസ് അതായത് അതർ ദാൻ ഓറലി നമ്മൾ സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നെങ്കിൽ അത് വളരെ സ്റ്റെറൈലായിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ലിക്വിഡ് സ്പ്രേസ്. ഇറ്റ് ഹാസ് വാട്ടർ ആൻഡ് ആൽക്കഹോൾ ബേസ്. വാട്ടറും ആൽക്കഹോൾ ബേസും ഉള്ള സാധനങ്ങളെയാണ് നമ്മൾ ലിക്വിഡ് സ്പ്രേസ് എന്ന് പറയുന്നത്. സം ഡിസ്പെൻസ്ഡ് ആസ് ഫോയംസ് ഓർ എയറോസോൾ സ്പ്രേ. ഫോയംസ് ഫോമിൽ അല്ലെങ്കിൽ എയറോസോൾ സ്പ്രേ രൂപത്തിലൊക്കെ കാണാൻ കഴിയും. നെക്സ്റ്റ് ഫോം ഈസ് സസ്പെൻഷൻസ്. ഇറ്റ് കണ്ടെയ്ൻസ് ഫൈൻ അൺഡിസോൾവ്ഡ് പാർട്ടിക്കിൾസ് ഓഫ് എ ഡ്രഗ് സസ്പെൻഡഡ് ഇൻ എ ലിക്വിഡ് ബേസ്. ലിക്വിഡിൽ അൺഡിസെൻഡഡ് ആയിട്ട് നമുക്ക് സസ്പെൻഷൻസ് കാണാൻ കഴിയും. ഷെയ്ക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഷെയ്ക്ക് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് സപ്പോസിറ്ററീസ്. സപ്പോസിറ്ററീസ്
സോ ഇതാണ് സപ്പോസിറ്ററീസ്. കോണിക്കൽ ഷേപ്പ് ആയിരിക്കും. നമ്മളെപ്പോഴും റെഫ്രിജറേറ്ററിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. എ സോളിഡ് ബേസ് മിക്സ്ഡ് വിത്ത് ജെലാറ്റിൻ ആൻഡ് ഷേപ്ഡ് ഇൻ ദ ഫോം ഓഫ് എ പെല്ലറ്റ്. സോളിഡ് ബേസ് ആയിരിക്കും. മാത്രമല്ല ഇത് മിക്സ്ഡ് വിത്ത് ജെലാറ്റിനാണ്. ഇത് പെല്ലറ്റ് ഷേപ്പിലാണ് കാണപ്പെടുന്നത്. അതായത് നമ്മുടെ ബോഡി ക്യാവിറ്റിയിൽ ഈസി ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ രൂപത്തിലാണ് നമുക്ക് സപ്പോസിറ്ററീസ് കാണുന്നത്. യൂഷ്വലി നമ്മൾ ഏനൽ ഏരിയസിലൊക്കെയാണ് സപ്പോസിറ്ററീസ് ഇൻസേർട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ റെക്ടൽ വജൈനൽ സപ്പോസിറ്ററീസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഡെർമൽ ഡിസ്ക് ഓർ പാച്ച്. ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ട്രാൻസ്ഡെർമൽ ഡിസ്ക് ഓർ പാച്ച്. സോ ഈ ട്രാൻസ്ഡെർമൽ ഡിസ്ക് അല്ലെങ്കിൽ പാച്ചിൽ മെഡിസിൻസ് അവൈലബിൾ ആണ്. ഇത് നമ്മൾ സ്കിൻ സർഫസിൽ ഒട്ടിക്കുമ്പോൾ നമുക്കിതിൽ നിന്ന് മെഡിസിൻസ് സ്കിന്നിലോട്ട് അബ്സോർബ് ആകുന്നു. സമയം കഴിഞ്ഞിട്ട് നമ്മളത് റിമൂവ് ചെയ്യേണ്ടതാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മൾട്ടി ലെയർ ഡിസ്ക് ഓഫ് എ ഡ്രഗ് റിസർവോയർ ആണ് അതിലുള്ളത്. പോറസ് മെമ്പറിന് അതിൽ ഓൾറെഡി ഹോൾ കാണും. അതുപോലെ തന്നെ അത് അഡിസീവ് ലെയർ കാണും അടിഭാഗത്ത്. അങ്ങനെ നമുക്ക് സ്കിന്നിൽ ഒട്ടിക്കുമ്പോൾ ആവശ്യമുള്ള മെഡിസിൻസ് സ്കിന്നിൽ അബ്സോർബ് ആകുന്നതാണ് ട്രാൻസ്ഡെർമൽ ഡിസ്ക് അല്ലെങ്കിൽ പാച്ച് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് പെല്ലറ്റ് ഓർ ബീഡ്. സോ ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ pellets. Drug can be implanted to the body in the form of a pellet or bead that slowly releases medicine into tissues. അപ്പോൾ പെല്ലറ്റ് അല്ലെങ്കിൽ ബെഡ് നമ്മൾ സ്കിന്നിൻ്റെ അണ്ടറിൽ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇംപ്ലാന്റ് ചെയ്തിട്ട് അത് അവിടെ ഇരുന്ന് ആവശ്യമുള്ള ഡോസ് നമ്മൾ സ്കിന്നിലോട്ട് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡ്രഗ്സ്. ടാബ്ലറ്റ്സ്, ക്യാപ്ലെറ്റ്സ്, ക്യാപ്സ്യൂൾസ്, എലിക്സിർ, ലോസെഞ്ചസ്, പൗഡേഴ്സ്, then creams, ointments, lotions, solutions, liquid sprays, suspensions, suppositories, അതുപോലെ തന്നെ ട്രാൻസ്ഡെർമൽ ഡിസ്ക് ഓർ പാച്ച്, then pellet and beads. Thank you.